കർഷക സമരവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടെ പഞ്ചാബ് സർക്കാരിനെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കർഷകരുമായി സമവായം പാടില്ല എന്ന് പഞ്ചാബ് സർക്കാർ നിലപാടെടുത്തു. സമരം അവസാനിപ്പിക്കാൻ കോടതി സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് വരുത്തി തീർക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്നും കോടതി വിമർശിച്ചു. സമരം തടയണമെന്ന് കോടതി ആഗ്രഹിക്കുന്നില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിയിൽ നിന്നാണ് നിതിൻ ചേരുന്നത്. നിതിൻ, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കോടതി പരാമർശം? പഞ്ചാബ് സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകളെ സുപ്രീം കോടതി പാടെ നിരാകരിക്കുകയാണല്ലോ, അല്ലേ? വിജയകുമാർ, എന്തായാലും സുപ്രീം കോടതി ഇന്ന് ഹർജി പരിഗണിച്ചപ്പോൾ വീണ്ടും സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പഞ്ചാബ് സർക്കാർ. പഞ്ചാബ് സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ച് തിങ്കളാഴ്ച വീണ്ടും സുപ്രീം കോടതി ഹർജി പരിഗണിക്കും. അതിന് മുന്നോടിയായി തന്നെ ഒരു സമവായത്തിലൂടെ സമരം അവസാനിപ്പിക്കാനുള്ള ശ്രമം പഞ്ചാബ് സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം തന്നെ പഞ്ചാബ് സർക്കാരിന് വലിയ തോതിൽ വിമർശനവും ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തും ഏൽക്കേണ്ടി വന്നു. സമരം അവസാനിപ്പിക്കാൻ കോടതി സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് വരുത്തി തീർക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. അതോടൊപ്പം തന്നെ കർഷകരുമായി സമവായം പാടില്ലെന്നാണ് പഞ്ചാബ് സർക്കാരിന്റെ നിലപാടെന്നും സുപ്രീം കോടതി എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ദല്ലേവാളിന്റെ ആരോഗ്യ നില അത് മോശമായി തന്നെ തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഖനൌരി അതിർത്തിയിൽ ഈ സമരപന്തലിലാണ് കർഷക നേതാവ് ദല്ലേവാൾ ഇപ്പോൾ നിരാഹാരം കഴിയുന്നത്. 37 ദിവസമായി നിരാഹാര സമരം ആരംഭിച്ചിട്ട്. നമുക്കറിയാം, ഫെബ്രുവരി മുതൽ കർഷകർ ഈ ഖനൌരി അതിർത്തിയിൽ ഇങ്ങനെ തമ്പടിച്ചു നിൽക്കുകയാണ്. MSPക്ക് നിയമപരമായ ഉറപ്പ്, അതോടൊപ്പം തന്നെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകരുടെ സമരം ഇവിടെ തുടരുന്നത്. എന്തായാലും കൂടുതൽ കർഷകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒരു പോലീസ് നടപടിയിലേക്ക് പോയാൽ അത് ക്രമസമാധാനത്തിനടക്കം വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ സമവായത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ സർക്കാർ അടക്കം ശ്രമിക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ പഞ്ചാബ് സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. സമവായത്തിനുള്ള ശ്രമം തുടരുന്നു പഞ്ചാബ് സർക്കാർ ഇന്ന് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് കരുതി നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്നില്ലതാണ് കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സമരം തടയാൻ കോടതി ആഗ്രഹിക്കുന്നില്ലെന്നും ഇന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സമരം തടയണമെന്ന് കോടതി ആഗ്രഹിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഒത്തുതീർപ്പാക്കാൻ ആത്മാർത്ഥമായ സമീപനം പഞ്ചാബ് സർക്കാർ സ്വീകരിക്കുന്നില്ല എന്ന വിമർശനവും കോടതി ഇന്ന് ഉന്നയിക്കുകയും ചെയ്തു. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഖനൌരിയിൽ നിന്ന്.